നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. ആധാർ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള നിർണായക തെളിവല്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ശരിയാണെന്ന് സുപ്രീം കോടതി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. ആധാർ നമ്പർ പൗരത്വത്തിന് തെളിവില്ലെന്ന് ആധാർ നിയമം തന്നെ വ്യക്തമാക്കിയതിനാൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദമല്ലെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പൗരന്മാരെയും പൗരന്മാരല്ലാത്തവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. പ്രത്യേക പരിശോധനയ്ക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച രേഖകൾ ബീഹാറിലെ ജനങ്ങളുടെ കൈവശമില്ലെന്ന വാദം അംഗീകരിക്കാനാകില്ല എന്നും ബെഞ്ച് പറഞ്ഞു. അതേസമയം ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ നിയമവിരുദ്ധമാണെന്നും പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യത വോട്ടർമാരിൽ അടിച്ചേൽപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമില്ല എന്നും ഹർജിക്കാർ വാദിച്ചു. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഏകദേശം 65 ലക്ഷം പേരെ നീക്കം ചെയ്തത് എതിർപ്പ് കൂടാതെയാണെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും RJD MP മനോജ് കുമാർ ചാണ്ടയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു. പട്ടികയിൽ ഉൾപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിസ്ഥാനമാക്കിയ രേഖകൾ ബീഹാറിലെ ഭൂരിഭാഗം ജനങ്ങൾക്കുമില്ല. ജനന സർട്ടിഫിക്കറ്റുകൾ, മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് തുടങ്ങിയ രേഖകൾ കുറച്ചുപേരുടെ കൈവശം മാത്രമാണുള്ളത്. മിക്ക ആളുകൾക്കുമുള്ളത് ആധാർ, റേഷൻ കാർഡുകൾ എന്നിവ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വീകരിക്കുന്നില്ല എന്നും കപിൽ സിബൽ പറഞ്ഞു. എന്നാൽ 2023 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തികളും അവരുടെ കുട്ടികളും ഒരു ഫോമും സമർപ്പിക്കേണ്ടതില്ല എന്നും ഏകദേശം 6.5 കോടി വോട്ടർമാരും ഈ വിഭാഗത്തിൽ വരുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ത്രിവേദി വ്യക്തമാക്കി. 2003 പട്ടികയിലുണ്ടായിരുന്നവർ രേഖകൾ സമർപ്പിക്കേണ്ടതില്ലെങ്കിലും NL ഫോമുകൾ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് സിബൽ പറഞ്ഞു. ഫോമുകൾ നൽകാത്തതിനാൽ 2003 പട്ടികയിലുള്ളവരാണെങ്കിലും ഒഴിവാക്കപ്പെടുമെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങളടങ്ങിയ പട്ടിക കമ്മീഷന് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും മരിച്ചവരോ കുടിയേറ്റക്കാരോ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. നീക്കം ചെയ്യാനുള്ള കാരണങ്ങളും നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരട് വോട്ടർ പട്ടികയും ഒഴിവാക്കപ്പെട്ട വ്യക്തികളുടെ പട്ടികയും പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി പങ്കിട്ടിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയായി പറഞ്ഞു. വെബ്സൈറ്റിലെ കരട് പട്ടിക തിരയാൻ കഴിയാത്ത രീതിയിലാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. പൗരത്വമില്ലായ്മയുടെ പേരിൽ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഉചിതമായ പ്രക്രിയയിലൂടെ ആയിരിക്കണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 മാസം മുമ്പ് തന്നെ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ എന്നും മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ അഭിഷേക് മനു സിംഗ് വാദിച്ചിരുന്നു. പട്ടിക പരിഷ്കരിക്കുന്നതിനുള്ള രീതി ശാസ്ത്രത്തിന്റെ മറവിൽ പൗരത്വം തെളിയിക്കാനുള്ള ബാധ്യത കൊണ്ടുവരികയാണ്. പൗരത്വത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിദേശി നിയമപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടെന്നും സിംഗ് വാദിച്ചു. വാദം കേൾക്കാൻ എന്നും തുടരും.